തെരഞ്ഞെടുപ്പ് ആവേശമിനി പാലക്കാടാണ്. വയനാട്ടിലും ചേലക്കരയിലും ഫലമറിയാനുള്ള കാത്തിരിപ്പും. പാലക്കാട് തെരഞ്ഞെടുപ്പ് ആവേശം ഉയരുന്നതിനൊപ്പം ഉത്സവാവേശവും ഉയരെയാണ്. കൽപ്പാത്തിയിലെ പ്രശസ്തമായ തേരുത്സവമാണ് തെരഞ്ഞെടുപ്പ് ഉത്സവത്തിനൊപ്പമുള്ളത്. അവിടെയും വിവാദമാണ്. അത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും ചൂടുപിടിപ്പിക്കുന്നത്. തേരുവലിക്കാൻ ചെരുപ്പിട്ടതിനെക്കുറിച്ച് ചൊല്ലിയുള്ള വിവാദത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇന്നുണ്ടാകും. വിവാദങ്ങളിലല്ല പാലക്കാട്ടെ UDFന്റെ ശ്രദ്ധയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. EP ജയരാജൻ ഉൾപ്പെടെ എല്ലാ നേതാക്കളും വരട്ടെയെന്നും രാഹുൽ പ്രതികരിച്ചു. രഥം വലിച്ചപ്പോൾ ആരെങ്കിലും ചെരുപ്പിട്ടോ എന്ന് കണ്ടിട്ടില്ല. വിഷം ചികയുന്ന പരിപാടി BJP നിർത്തണമെന്നും രാഹുൽ ന്യൂസ് 18നോട്. രാവിലെ രാഹുൽ വീട് കയറിയുള്ള പ്രചരണത്തിലാണ്. EP എത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. നല്ലതല്ലേ? എല്ലാ നേതാക്കന്മാരും ഇനിയിപ്പോൾ 13-ാം തീയതി കഴിയുമ്പോൾ എല്ലാ പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും ഇവിടെ എത്തണമല്ലോ. അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. EP ഇന്നലെ ഒരു വിവാദശേഷം ഇന്നിങ്ങനെ വരുമ്പോൾ ഞാൻ തുടക്കം തൊട്ടേ ഇപ്പൊ ഇന്നലെയൊക്കെ എനിക്ക് ഒരുപാട് പത്രസമ്മേളനങ്ങൾ, പ്രസ്താവനകൾ, കോൺഗ്രസിന്റെ UDFന്റെ ഒക്കെ മാറിയുള്ള പത്രസമ്മേളനങ്ങളൊക്കെ നടത്താൻ വരുന്ന ദിവസം ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും വിവാദത്തിൽ പിടിച്ചിട്ടില്ല. ഇന്നത്തെ ദിവസം കാരണം വിവാദങ്ങളല്ല ജനങ്ങളെ ബാധിക്കുന്ന വിഷയം കേട്ടോ. വിവാദങ്ങളല്ല ജനങ്ങളെ ബാധിക്കുന്നത്. ജനങ്ങളെ ബാധിക്കുന്നത് വികസനവും അവരുടെ പ്രശ്നങ്ങളുമാണ്. ഞങ്ങൾ ആ വിഷയത്തിലല്ല. ഇപ്പൊ നോക്കൂ, BJPക്കകത്ത് എന്തെല്ലാം പൊട്ടിത്തെറികളുണ്ടായി, CPMനകത്ത് പൊട്ടിത്തെറി ഉണ്ടാകുന്നത് മുൻകൂട്ടി പറഞ്ഞതാണ്. അപ്പൊ അതെല്ലാം ഉണ്ടാകുമ്പോഴും ഞങ്ങൾ അതിൽ ക്യാരീഡ് ആകുന്നില്ല. ഞങ്ങൾ ക്യാരീഡ് ആകുന്ന അത്രയും ജനങ്ങളുടെ മുഴുവൻ ജനങ്ങളുടെ പ്രശ്നങ്ങളും വികസനങ്ങളും മാത്രമുള്ള കാര്യങ്ങളാണ്. വേറെ ഒന്നിലും ഫോക്കസ് ഇല്ല. ഇതുവരെ വേറൊരു വ്യക്തി അധിക്ഷേപങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്കോ ഒന്നും പോയിട്ടില്ല. അവരൊക്കെ അതിന്റെ എക്സ്ട്രീമിൽ പോയി. ജനം അതും വിലയിരുത്തട്ടെ. ഈ വയനാട് ചേലക്കരയ്ക്ക് പോളിംഗ് പറഞ്ഞു. ഇവിടെ അങ്ങനെ ഒരു കുറയും അത്തരം ചർച്ചകൾ. ചേലക്കരയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം CPM പോക്കറ്റുകളിൽ ഭയങ്കരമായിട്ട് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അതൊരു ആന്റി ഇൻക്യുമെൻസി. അപ്പം ചിഹ്നത്തിൽ തന്നെ കുത്തിശീലിച്ച ആളുകളുണ്ട്. ആ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്യാനുള്ള കാരണങ്ങളുണ്ട്. വയനാട്ടിലൊരു ദുരന്തം ഉണ്ടായതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അവിടെ ഒരു വലിയ ഏകപക്ഷീയമായ മത്സരമാണല്ലോ വയനാട്ടിൽ. പാലക്കാട് പോളിംഗ് കുറയില്ല. കാരണം പാലക്കാട് മതേതര വിശ്വാസികളെല്ലാം ഇറങ്ങി നിന്നു. ഈ BJPയുടെ ഒരു പ്രചരണമല്ലേ തേരിന് എന്തോ ചെരുപ്പിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ എന്താ മറുപടി? അങ്ങനെ എന്താ പറയാ, ഈ ഇല്ലാത്ത കുത്തിത്തിരിപ്പ്, പ്രത്യേകിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ലാത്ത കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് നോക്കരുത്. അത് പിന്നെ ഏതെങ്കിലും 1-2 പ്രവർത്തകർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അതിപ്പം ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പം ബോധപൂർവ്വം ഒരു വിശ്വാസത്തെ വ്രണപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കില്ല. ആരുടെയും അശ്രദ്ധ കൊണ്ടുണ്ടായിട്ടുണ്ട് എനിക്കറിയില്ല. നമ്മുടെ ശ്രദ്ധ മുഴുവൻ തേരിലും, നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിന്റെ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണല്ലോ. അപ്പം നമ്മളെ ആളുകളുടെ കാലിലേക്ക് നോക്കി അവർ ചെരുപ്പിട്ടിട്ടുണ്ട്, എന്തെല്ലാം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതെ ഞാൻ നോക്കിയിരുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി അറിയില്ല. ഇങ്ങനെ എന്തിലും നമ്മളിങ്ങനെ വിഷം ചെയ്യാനായിട്ട് നിൽക്കാതെ കാര്യങ്ങളെ പോസിറ്റീവായിട്ടും ഒരു മനുഷ്യത്വപരമായിട്ടും ഒക്കെ സമീപിക്കുന്നത് നന്നായിരിക്കും. ഇപ്പം സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇന്നലെ ഉണ്ടായതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിവാദപരമായിട്ടൊക്കെ പറയാനൊക്കെ ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ ക്ഷീണം ഉണ്ടാവുകയും ചെയ്യും. അവരെ ക്ഷീണിപ്പിക്കേണ്ടെന്ന് എഴുതിയിട്ടല്ല, പക്ഷെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. നമ്മളെന്തിനാണ് വെറുതെ ഈ പച്ചവെള്ളത്തിൽ തീ പിടിപ്പിക്കുന്ന വർത്തമാനം പറയുന്നത്? എന്തായാലും അതാണ് രാഹുലിന്റെ ഒരു ലൈനുള്ളത്. അതായത് വിവാദങ്ങൾക്കല്ല ആളുകൾക്ക് ഇത്തരം വിഷയങ്ങൾ, ജനകീയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് നേരിട്ട് വോട്ടർമാരെ കണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ EP വിവാദത്തിലും കാര്യമായ പ്രതികരണത്തിന് രാഹുൽ തയ്യാറാകുന്നില്ല എന്നാണ് തിരാരി പഞ്ചായത്തിലാണ് വിശ്വാസത്തെക്കുറിച്ച് അറിയാത്തവരാണ് ചെരുപ്പിട്ട് കൽപ്പാത്തിയിൽ തേരുവലിച്ചതെന്ന് BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ ആരോപിച്ചു. EP ജയരാജൻ പ്രചാരണത്തിനെത്തുന്നതോടെ CPMൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അവസാന ഘട്ടത്തിൽ വീട് കയറിയുള്ള പ്രചാരണത്തിലാണ് കൃഷ്ണകുമാർ. BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ രാവിലെ തന്നെ ഗൃഹസമ്പർക്കങ്ങളിലാണ്. നൂറണി ഗ്രാമത്തിലാണുള്ളത്. നഗരസഭയിലെ തന്നെ നൂറണി ഗ്രാമത്തിലെത്തി ഗ്രാമവാസികൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ആളുകളെയൊക്കെ കണ്ട് അദ്ദേഹം വോട്ട് ചോദിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധി രാഷ്ട്രീയ വിഷയങ്ങളൊക്കെയുള്ളൊരു ദിവസം കൂടിയാണ് ഇന്ന്. ഇന്നിപ്പോ EP ജയരാജനെ പോലുള്ളവരൊക്കെ പാലക്കാട്ടേക്ക് തെരഞ്ഞെടുപ്പിന് എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അല്ല, EP വരുന്നത് നല്ലതാ. EP വരണമല്ലോ. EP പറഞ്ഞ കാര്യങ്ങൾ പാലക്കാട്ടുകാർക്ക് നേരിട്ട് ചോദിക്കാനുള്ള ഒരു അവസരമുണ്ട്. ഇന്നലെ പ്രസിദ്ധീകരിക്കേണ്ട ഒരു ആത്മകഥ അവസാന നിമിഷം മാറ്റിവെക്കുക, അതിൽ പറഞ്ഞ കാര്യങ്ങൾ നിഷേധിക്കുക. അപ്പോൾ ഇന്നലെ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഈ സംബന്ധിച്ചുള്ള പരിശോധനയൊക്കെ ഒരു
പ്രൂഫ് ചെക്കിംഗ് നടത്തിയിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ EP പറഞ്ഞത് സത്യം. EP വക്കീൽ നോട്ടീസ് അയക്കുന്നു, DGPക്ക് പരാതി കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അതൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് 20-ാം തീയതി വരെ എന്ത് പ്രഹസനം വേണമെങ്കിലും നടത്താമല്ലോ. 20-ാം തീയതി കഴിഞ്ഞാൽ EP-ക്ക് എതിരായിട്ട് എന്ത് നടപടി വരുമെന്ന് മാത്രമാണല്ലോ നോക്കേണ്ടത്. EP-യെ സംബന്ധിച്ചോളം EP പറഞ്ഞ കാര്യങ്ങൾ 100% സത്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. കാരണം ഇവിടുത്തെ സാധാരണ പ്രവർത്തകരുടെ വികാരമല്ല അത് അദ്ദേഹം പറഞ്ഞത്. ഈ സംഭവം ഉണ്ടായതിന് തൊട്ടടുത്ത ദിവസം EP പാലക്കാടേക്ക് വരുന്നു എന്നുള്ളത് അതിനെങ്ങനെ BJP കാണുന്നത്? VS KK രമയെ കാണാൻ പോയതിന് സമാനമാണ്. കാരണം KK രമയെ തെരഞ്ഞെടുപ്പ് ദിവസമാണല്ലോ VS പോയി കണ്ടത്. അല്ല, ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള വരവാണ്. ഒന്നുകൂടി ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടാണ് EP വരുന്നത്. EP വരുന്നതോടുകൂടി ഒന്നുകൂടി ഈ വിഷയം ചർച്ചയാവും. അപ്പോൾ ഈ വിഷയം ചർച്ചയാവുന്നത് പാർട്ടിക്ക് ദോഷമാവും, ഇടതുപക്ഷത്തിന് ദോഷമാവും എന്നുള്ളത് EP-ക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് EP വരുന്നത്. ഇന്നലെ എന്താണ് കൽപ്പാത്തി തേരിനിടയ്ക്ക് ഈ പാദരക്ഷ ധരിച്ചവരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത് നിങ്ങളുടെ ഒരു പ്രസ്താവനയും കണ്ടു. അല്ല, അത് കൽപ്പാത്തി ഞാൻ കുട്ടിക്കാലം മുതൽ രഥോത്സവത്തിൽ പങ്കെടുക്കുന്നതാണ്. കാശി വിശ്വനാഥ സ്വാമിയുടെ രഥം വലിക്കുന്ന സമയത്ത് എല്ലാവിധ ആചാരമര്യാദകളും പാലിച്ചുകൊണ്ടാണ് രഥം വലിക്കേണ്ടത്, തേര് വലിക്കേണ്ടത്. ചെരുപ്പ് ധരിക്കാൻ പാടില്ല, വ്രതശുദ്ധിയോടുകൂടിയിട്ട് വലിക്കണം, നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലും അറിയാതെ രഥം വലിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ സ്ഥാനാർത്ഥി ഒക്കെ വലിച്ചു എന്നുള്ളതാണോ നിങ്ങളുടെ ഒരു ആരോപണം? അല്ല, ഞാൻ വീഡിയോ ഇതിലാണ് കാണുന്നത്. ഞാൻ രഥം വലിക്കുന്ന തിരക്കിലായിരുന്നു. ഞാൻ ഇതൊന്നും ആര് പാദരക്ഷ ഇട്ടിട്ടുണ്ട് ഇല്ല എന്നുള്ളതും ഞാൻ ശ്രദ്ധിക്കുന്നതല്ല. വൈകിട്ട് ചാനലുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ദൃശ്യങ്ങളിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചെരുപ്പിട്ടിട്ട് രഥം വലിക്കുന്നത്. അത് ഇതിന്റെ ആചാരങ്ങളെക്കുറിച്ചും ഇതിന്റെ രീതികളെക്കുറിച്ചൊന്നും തീർത്തും ബോധമില്ലാത്തതുകൊണ്ട് ചെയ്തതാണെന്നാണ് ഞാൻ ധരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ചില ജനങ്ങളൊക്കെയും അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ട് വലിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ, കൽപ്പാത്തി രഥോത്സവത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ഒരാളും തേര് ചെരുപ്പിട്ടിട്ട് വലിക്കില്ല. ഇവിടെ അഗ്രഹാര നിവാസികളുണ്ടല്ലോ, നിങ്ങൾ ചോദിക്കും ഇവിടെ നൂറിനിയിലും തേരെല്ലാം നടക്കുന്നതാണ്. ഇവിടെ ചെരുപ്പ് ധരിച്ചിട്ട് ആരെങ്കിലും തേര് വലിക്കാറുണ്ടോ എന്ന് ചോദിക്കും. വലിക്കാറില്ല. അത് അതിന്റെ ആചാരത്തിന്റെ ഭാഗമാണ്. ഒരു കാര്യം കൂടി, അവസാന 2-3 ദിവസമേ ഉള്ളൂ ഇനിയും പ്രചാരണത്തിന്. എങ്ങനെയാണ് ഇനിയുള്ള ദിവസം? ഞങ്ങൾ വീട് കയറിയിട്ടുള്ള പ്രചരണത്തിന് വോട്ടർമാരെ നേരിട്ട് കാണുന്നതിനാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പരമാവധി ആളുകളെ കാണുക. കാരണം കല്യാണത്തിന് വീടുകളിൽ പോയി ക്ഷണിക്കുന്ന പോലെ. ഞാൻ പാലക്കാട്ടുകാരനാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് ബന്ധങ്ങളുള്ള ആയിരക്കണക്കിന് പേരുണ്ട്. അവരെയൊക്കെ നേരിൽ കണ്ട് ഒരു തവണയെങ്കിലും അവരോട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വം. അപ്പോൾ അത്തരം ആളുകളെ നേരിട്ട് കാണാനുള്ള ശ്രമം. UDF വലിയ കോൺഫിഡൻസിലാണ്, ജയിക്കുമെന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. അല്ല, തെരഞ്ഞെടുപ്പിൽ എപ്പോഴും പ്രതീക്ഷ നല്ലതാണ്. അത് അവരുടെ ആത്മവിശ്വാസം അമിത ആത്മവിശ്വാസമായി മാറട്ടെ. ഈ വയനാടൊക്കെ എന്താണ് ഇത്രയധികം പോളിംഗ് കുറഞ്ഞ? എന്താണ് BJPക്ക്? രാഹുലിനോടുള്ള എതിർപ്പ്. രാഹുൽ ഗാന്ധി അവിടെ MP ആയിട്ട് 5 വർഷം ഒന്നും ചെയ്തില്ല. വീണ്ടും അവർ തെരഞ്ഞെടുത്തു. അവരെ വഞ്ചിച്ച് രാഹുൽ അവിടുന്ന് പോകുന്നു. രാഹുലിന്റെ സഹോദരി പ്രിയങ്ക അവിടെ വരുന്നു. അപ്പോൾ കോൺഗ്രസിനോടുള്ള പ്രതിഷേധമാണ് വോട്ടെടുപ്പിൽ നിന്ന് അവിടെ ആളുകൾ വിട്ടുനിന്നത്. എന്തായാലും അതാണ് C. കൃഷ്ണകുമാർ പറയുന്നത്. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ വീടുകൾ കയറി ആളുകളെ നേരിൽ കണ്ട്, അദ്ദേഹം സൂചിപ്പിക്കുന്ന പോലെ ഒരു കല്യാണത്തിനൊക്കെ വീട്ടിൽ പോയി വിളിക്കുന്നത് പോലെ ഓരോ വീടുകളുമായി പരിചയമുണ്ട്. അങ്ങനെ ആ വീടുകളിലൊക്കെ കയറി വോട്ട് പരമാവധി സ്വന്തം പോക്കറ്റിലേക്ക് എത്തിക്കുക. അതാണ് C. കൃഷ്ണകുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥാനാർത്ഥികളുടെയും പ്രചരണ രീതികൾ പാലക്കാട് അങ്ങനെയാണ്. സാരിന്റെയും പൊതുപ്രചരണം അവസാനിച്ചിരുന്നു. ഇനി ഇങ്ങനെയുള്ള തന്ത്രങ്ങളാണ് രാഹുലും അത് തന്നെ ചെയ്യുന്നു. റോഡ് ഷോയും പുറത്ത് വലിയ പരിപാടികളും ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള പ്രചരണത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും മുന്നണികളെല്ലാം ഈ അവസാന ആഴ്ചയിലേക്ക് എത്തുമ്പോൾ കടുത്ത ആത്മവിശ്വാസത്തിലാണ്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം നൂറണിയിൽ നിന്ന് G. ശ്രീജിത്ത്, ന്യൂസ് 18. തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാന വാർത്തകളിലേക്ക് എത്തും ഇടവേളയ്ക്ക് ശേഷം.